അങ്ങനെ നമ്മൾ തിരിച്ച് ലീവൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയമാണ്. അപ്പം ഇത് രാവിലെ ഒരു 9 മണിക്കത്തെ ടൈമാണ് ഈ കാണുന്ന ഡൽഹി. അപ്പം നമ്മൾ രാജസ്ഥാൻ ടു ഡൽഹി, ഡൽഹി ടു ബാക്ക് ജയ്പൂർ പോവാണ്. സോ വഴിയോര കാഴ്ചകളാണ് ഈ കാണുന്നത്. എനിക്ക് ഒത്തിരി എന്താ പറയുക, എൻ്റെ കണ്ണിനെ തെളിപ്പിച്ചെന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ സമയങ്ങളിലൊക്കെ ഇവിടെ നല്ല ചൂടായിരിക്കും. ചൂട് തുടങ്ങുന്ന സമയമോ. ബട്ട് ഈ മഴയും അതുപോലെ ഈ ഫോഗ്, ഡൽഹി ആയതുകൊണ്ട് ഇനി ഫോഗാണോ പൊല്യൂഷൻ ആണോ എന്നൊക്കെ ഞാനൊന്ന് ചിന്തിച്ച് പോയി. ബട്ട് ഇറ്റ്സ് റിയലി ഫോഗായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. ആൻഡ് അനദർ തിങ്, ഈ ഒരു വെക്കേഷൻ എനിക്ക് വീട്ടിൽ പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ച് താല്പര്യം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് വർക്ക് ലോഡൊക്കെ ഒത്തിരി ആയിക്കഴിഞ്ഞ് ഒരു ലീവ് കിട്ടുമ്പം ഒന്നിരുന്ന് വിശ്രമിക്കാൻ ആരാണേലും ആഗ്രഹിച്ചു പോകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു തോട്ടിൽ എനിക്ക് പോകണമെന്നില്ലായിരുന്നു. ബട്ട് എൻ്റെ ഹസ്ബൻഡ് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ പോയത്, അത് എൻ്റെ വീട്ടിലേക്ക്. ബട്ട് ദ തിങ് ഈസ്, നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം നമ്മൾ ഈ ബൈക്കിൽ യാത്ര ചെയ്യുമ്പം ക്ലൈമറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വന്നിട്ട് അധികം തണുപ്പും നല്ല സുഖമുള്ളൊരു തണുപ്പും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ആയപ്പം സമയം മാറുന്നതനുസരിച്ച് ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നെങ്കിലും സ്റ്റിൽ നമുക്ക് ചൂട് ഫീൽ ചെയ്തില്ലെന്ന് തന്നെ പറയാം. ഇത് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഹരിയാന റൂട്ടാണ്. ഈ റൂട്ട് വഴിയാണ് ഇനി നമ്മൾ രാജസ്ഥാനിലേക്ക് എത്തുന്നത്. അപ്പം ഹരിയാന, ഐ തിങ്ക് അജ്മീർ, അൽവർ ആ റോഡ്, അത് കഴിഞ്ഞ് നമ്മൾ ജയ്പൂർ റോഡ്, അങ്ങനെ കയറിയാണ് നമ്മൾ പോകാറുള്ളത്. അപ്പം ഇത് ഹരിയാന റൂട്ടാണ്. ഇവിടെ അത്യാവശ്യം ഓക്കെ, ക്ലൈമറ്റ് അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഓക്കെ ആയിട്ടിരുന്നു. ഒത്തിരി തണുപ്പുമില്ല, എന്നാൽ ഒത്തിരി ചൂടുമില്ല. നമ്മൾ ഈ ജാക്കറ്റൊക്കെ വിയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചൂടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കാൻ. എസ്പെഷ്യലി എനിക്കിപ്പം ഞാൻ പില്ലിയനായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ ഇൻ്റർകോമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചില സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബോറടിച്ച് തുടങ്ങും ചിലപ്പം. അങ്ങനെ നമ്മൾ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മളൊരു ബ്രേക്കൊക്കെ എടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ.